അഖിലേ, നമ്മുടെ കൊല്ലത്തെ നമ്മുടെ സ്കൂൾ കലോത്സവം വന്നപ്പോഴേ എന്താണെന്നറിയത്തില്ല, ഈ ട്രോളന്മാരൊക്കെ ഭയങ്കര ട്രോളായിരുന്നു നമ്മുടെ ഓൺലൈൻ മാസിക. കണ്ടായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും എത്രയോ കാര്യങ്ങളായിരുന്നു നമ്മൾ ട്രോളിക്കൊണ്ടിരുന്നതാണ് കൊല്ലക്കാരെ കുറിച്ച്. ഈ തെക്കനെ കണ്ടാല് പാമ്പിനെ കണ്ടാൽ ആദ്യം അടിക്കേണ്ടത് കൊല്ലക്കാരനാണെന്നുള്ള ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ കലോത്സവം കൊല്ലത്ത് എത്തിയതിനു ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമ്മുടെ നാടിനെ കുറിച്ച് കിട്ടുന്നത്. ഇപ്പൊ നമ്മള് 2 ദിവസമായിട്ട് നമ്മുടെ ഈ കൊല്ലത്തെ ഈ കലോത്സവ വേദികൾ പല വേദികളിലായിട്ട് നമ്മളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ കാണാൻ നോക്കിയേ, നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന എന്തോരം നല്ല പ്രവർത്തനങ്ങൾ, കുട്ടികൾ നടത്തുന്ന പരിപാടികൾ ഇവിടെ അതിന്റെ ഡിസ്പ്ലേ ഉണ്ട്. അതിന് കണ്ടായിരുന്നോ? അത് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകർ നമ്മുടെ കുറെ കുട്ടികളെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സത്പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ? ചോദിച്ചോളെ. പെരുന്നാട് വാർത്തകളെ സ്വാഗതം. നമ്മുടെ ഈ കൊല്ലത്ത് കലോത്സവം വന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റാളുകൾ കണ്ടു വരുന്ന മുറയ്ക്കാണ് നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ ഒരു സ്റ്റാള് കണ്ടത്. നമ്മുടെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ ഹയർ സെക്കൻഡറിയിലെ നാഷണൽ സർവീസ് സ്കീം എന്തൊക്കെ പ്രവർത്തനം, ഇവിടെ കുറെ ബോർഡുകളൊക്കെ ഒട്ടിച്ചു വെച്ചേക്കുന്നു. നമ്മുടെ വീട് ഇങ്ങനെ സ്നേഹാരം എന്നുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ എന്റെ വിശേഷങ്ങൾ എന്ന് പറയാമോ? അതായത് ശരിക്കും കൊല്ലത്ത് കലോത്സവം വന്നത് അഭിമാനമുണ്ട്. നമ്മളെ NSSന്റെ ഈ വർഷത്തെ നേട്ടങ്ങൾ തന്നെയാണ് ഈ ഒരു പവലിയന് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങള് സ്നേഹാരാമം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വർഷത്തെ സ്പെഷ്യൽ ക്യാമ്പിൽ ആശയം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം എന്നതാണ്. ഈ മാലിന്യമുക്ത നവകേരളത്തിൽ അതിൻ്റെ ഭാഗമായ ഒരു പദ്ധതിയായി സ്നേഹാരാമം. അതായത് ഓരോ ക്യാമ്പിന്റെ പരിസരത്തും മലിനമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച് പൊതുജനത്തിന് കൈമാറുന്നതാണ് ഈ സ്നേഹാരാമം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ അത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്ന് പൂർത്തിയാക്കി. അപ്പോൾ എല്ലാ യൂണിറ്റും 3330 യൂണിറ്റ് കേരളത്തിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും യൂണിറ്റുകൾ സ്നേഹാരാമം പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി. അതിൻ്റെ ഇത് കൊല്ലം യൂണിറ്റുകളിലാണ് ഇത്രയും ചിത്രങ്ങൾ. പിന്നെ ഞങ്ങൾ ഇവിടെ ഉൽപ്പന്ന നിർമ്മാണമുണ്ട്. ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോഴേ പ്രതിരോധം ഇവിടെ കുറെ ലോഷൻസ് ചെയ്തേക്കണു, ഇവിടെ കുറെ ഇങ്ങനെ ബാഗുകളൊക്കെ ചെയ്തേക്കണു. അതെന്താണ് സംഭവം? അതായത് ഇതെന്ന് പറഞ്ഞാൽ പാഴ് വസ്തുക്കൾ കൊണ്ട് ഉപയോഗമുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇത് നമ്മളെ പേപ്പർ ബാഗ്. ഈ വർഷത്തെ കലോത്സവം തന്നെ ഹരിത കലോത്സവം, ഗ്രീൻ പ്രോട്ടോകോൾ. ഇത് ലോഷൻ എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിൽ നിന്നും സ്കൂളിലെ വോളണ്ടിയേഴ്സ് തന്നെ ഉണ്ടാക്കിയ ലോഷൻസ് ആണ്. അത് മാർക്കറ്റ് പ്രൈസിനെ കാട്ടി വില കുറച്ചിട്ടാണ് 1/2 ലിറ്റർ ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ വരുന്ന ഫണ്ട് എന്ത് ചെയ്യും നിങ്ങൾ? ഇത് ഞങ്ങളെ തന്നെ ക്ലസ്റ്ററിലെ ഒരു യൂണിറ്റില് ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി. നല്ല കാര്യമാണ്. എവിടം വരെ അതിന്റെ ഫണ്ടിങ് ഒക്കെ? അതിപ്പോ ഏകദേശം പണി പകുതിയോളം പൂർത്തിയായി. എവിടെ വീട്? എവിടെ എന്റെ സ്ഥലത്തിന്റെ അല്ല, ഈ വീട് വെച്ച് കൊടുക്കുന്ന കോയിക്കൽ സ്കൂളിലെ ഒരു കുട്ടിക്കാണ്. വളരെ നല്ല കാര്യം. അപ്പോൾ വളരെ സന്തോഷം. സാറേ നമസ്കാരം. നമ്മുടെ സ്റ്റുഡന്റ് ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു ഈ സ്നേഹാരാമത്തെ കുറിച്ചൊക്കെ. അപ്പോൾ ഒരു അധ്യാപക നിലയിൽ ഈ കൊല്ലം ജില്ലയിലെ ഹയർ സെക്കൻഡറി ജില്ല പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഇപ്പോഴത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു സ്നേഹാരാമം. അപ്പോൾ ഈ സ്നേഹാരാമം പിന്നെ നമ്മുടെ സമൂഹത്തിലെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രവണതയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് NSS സെല്ലിൻ്റെ ശക്തമായ ഒരു ഇടപെടലാണ് ഈ സ്നേഹാരാമം എന്ന് പറയുന്നത്. ശുചിത്വ മിഷനുമായി സഹകരിച്ചുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലങ്ങളെ സ്നേഹാരാമങ്ങളാക്കുക. അവിടെ ഉദ്യാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ ഇത്യാദി ഉണ്ടാക്കിക്കൊണ്ട് മാലിന്യം വലിച്ചെറിയുന്ന അത്തരം പോയിന്റുകളെ മനോഹരമാക്കിക്കൊണ്ട് വലിച്ചെറിയുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇത്തവണത്തെ സപ്തദിന ക്യാമ്പിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു സ്നേഹാരാമം. അവിടെ ഈ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്നത് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു. അത് എവിടെ വരെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? വീട് വെച്ച് കൊടുക്കുന്ന കൺസെപ്റ്റ് പല യൂണിറ്റുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്തിമ ഘട്ടങ്ങളിലാണ് പല യൂണിറ്റുകളും വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കലോത്സവം ബന്ധപ്പെട്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കലോത്സവവുമായി ബന്ധപ്പെട്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശം നൽകുക എന്നുള്ള ഗ്രീൻ പ്രോട്ടോകോൾ അത് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ ബാഗുകൾ, തുണിസഞ്ചികൾ ഒക്കെ വിതരണം, അതിനുള്ള സ്റ്റാൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി വിത്തുകൾ, തൈകൾ വിതരണം ചെയ്തു.
ഇതിലെ ക്യാമ്പിൽ നിന്നാണ് ഇത്ര ആശയങ്ങൾ ഉടലെടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ക്യാമ്പ് കൊണ്ട് നമ്മുടെ ക്യാമ്പിന് പറഞ്ഞ ഈ കുട്ടികൾ 50 നമുക്ക് ഓരോ സ്കൂൾ യൂണിറ്റിലൂടെ 50 കുട്ടികളുണ്ട്. ഈ ഒരു കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ആശയം പറഞ്ഞാൽ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹരിതഗ്രഹം, പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ രക്തദാനം പോൾ ആപ്പിനെ കുറിച്ച് നമ്മൾ നല്ലപോലെ ഒത്തിരി ആൾക്കാർ നമ്മളത് രജിസ്റ്റർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഹരിതഗ്രഹം, അതുപോലെ കുറേ നമ്മൾ അത് സമൂഹത്തിൽ അവർ ഇറങ്ങിച്ചെന്ന് സമൂഹ ജീവിയായി മാറാൻ വേണ്ടി നമ്മൾ ഈ 50 കുട്ടികൾ നമ്മൾ പ്രോജക്റ്റ് എവിടെ വരെയായി നമ്മുടെ ഈ ക്യാമ്പ് ഇപ്പോൾ സപ്തദിന ക്യാമ്പിൻ്റെ ഈ ഒരു പ്രോജക്റ്റുകളെല്ലാം നമ്മളിത് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കിതിൻ്റെ എല്ലാം തുടർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ഈ രക്തദാന ക്യാമ്പുണ്ട്, പോൾ ആപ്പിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, ഹരിതഗ്രഹമുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി തുടർന്ന് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ ഈ പിള്ളേർക്ക് സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് ഒരു നല്ലൊരു ആശയമാണ് അവർ കിട്ടുന്നത്. സാറേ, ഈ ഗ്രൗണ്ടിനെ വ്യത്യസ്തമാക്കിക്കൊണ്ടേ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം ക്യാച്ച് ചെയ്തത് ഈ നമ്മുടെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസാണ്. പിന്നെ കൊല്ലത്തിൻ്റെതായ ട്രഡീഷണൽ ആയിട്ടുള്ള കൊഞ്ച്, നമ്മുടെ വള്ളം, കശുവണ്ടി, കയറ്, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഈ ലൈറ്റ് ഹൗസ് ആണ്. എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു സ്റ്റാൾ വേണം എന്നാലോചിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ സ്ഥാപിക്കാൻ കൊല്ലത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തങ്കശ്ശേരി ലൈറ്റ് ഹൗസാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ആദ്യം വന്നത്. കാരണം ആ തങ്കശ്ശേരി ലൈറ്റ് ഹൗസും ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കടൽ, കായൽ, തോടുകൾ, അരുവികളൊക്കെ ഉള്ള നാടും നഗരവും എല്ലാം ചേർന്നതാണ് കൊല്ലം എന്ന് പറയുന്നത്. ആ കൊല്ലത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നമ്മുടെ വേദിയിൽ നിറഞ്ഞ് നിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കുട്ടയുണ്ട്. കയർ തൊഴിലാളികളെ അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളികളെയും ഒക്കെ പ്രതികരിക്കുന്ന കയറും കശുവണ്ടിയും ചെറുവള്ളങ്ങളും ഇതിൻ്റെ എല്ലാം പ്രതീകങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സ്റ്റോൾ സന്ദർശിക്കാനെത്തുന്ന ആളുകൾക്ക് ഞങ്ങൾ കൊല്ലത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കശുവണ്ടി പരിപ്പ് നൽകിയാണ് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു വേദിയായിട്ടാണ്, ഒരു ഇടമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലാണ് നമ്മൾ ഈ കലോത്സവ വേദിയെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്.